കുറെ പൈസയും കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ പൊളിറ്റിക്സിൽ ആരെ എന്ത് വേണമെങ്കിലും ആക്കാന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ മസ്ക് അണ്ണൻ. ഇനി അങ്ങോട്ട് ഇലോൺ മസ്കിന്റെ ടൈമാണ്. സംഭവം ഭയങ്കര സിമ്പിൾ ആണ്. വേൾഡ്സ് റിച്ചസ്റ്റ് മാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് അല്ല ആരെ എന്ത് വേണമെങ്കിലും ആക്കാന്ന് സിമ്പിൾ ആയിട്ട് പുള്ളി കാണിച്ചു തന്നു. അതിലിപ്പോ പുള്ളിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. പുള്ളി എക്സ് വാങ്ങിയ സമയത്ത് പറഞ്ഞത് പൊളിറ്റിക്കലി മോഡറേറ്റ് ആണ്, അങ്ങനെ ഒരു ചായ്വൊന്നും ഇല്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. അതായത് എനിക്ക് തോന്നുന്നത് പുള്ളി ഇങ്ങനെ ഒരു ബോറടിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതായത് ഒന്നുമില്ല, എക്സിൽ കാര്യമായിട്ട് ഒന്നും നടക്കുന്നില്ല, ഈ ചുമ്മാ മീംസ് മാത്രം ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പുള്ളി. എക്സ് വാങ്ങിയ സമയത്ത് ട്വിറ്ററുകാരും എക്സുകാരും തമ്മിൽ കുറച്ച് അടിയുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് പോയി. കാര്യമായിട്ട് ഒന്നും നടക്കാണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ട്രംപിന് വെടികൊള്ളുന്നത്. അതിന് ശേഷമാണ് ഇലോൺ മസ്ക് ഇങ്ങനെ ഡൊണാൾഡ് ട്രംപിന് സപ്പോർട്ട് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റുമായിട്ട് വരുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു പോക്കായിരുന്നു. അവസാനം ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ ഒരു പ്രത്യേക ഡിവിഷൻ തന്നെ മസ്കിന് ഉണ്ടാവും എന്നൊക്കെയാണ്. ഇപ്പൊ തന്നെ ടെസ്ല സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകത്തെ ആദ്യത്തെ ട്രില്യണർ പുള്ളി ആവും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് പുള്ളിയുടെ ശത്രുക്കൾക്കാണ്. ആദ്യം ആ ഓപ്പൺ എയിലെ സാം ഓൾട്ട്മാൻ ആണ്. സാമിനെ കണ്ണെടുത്താൽ കണ്ടുകൂടെ ഇലോൺ മസ്കിന്. മിക്കവാറും ചാറ്റ് ജിപിടിയും പുള്ളിയുടെ റോബോട്ടൊക്കെ വരുന്നുണ്ട്, അതിനൊക്കെ മിക്കവാറും പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ ബോയിങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നാസയായിട്ട് ഒരു പരിപാടിക്കും ബോയിങ്ങിനെ വിളിക്കില്ല. അതേപോലെ ഇലോൺ മസ്കിന്റെ തന്നെ കുറെ പ്ലാൻസ് ഉണ്ട്. ന്യൂറാലിങ്ക് ഉണ്ട്, അതേപോലെ റോബോ വാൻ, റോബോ ടാക്സി, പിന്നെ ഒപ്റ്റിമസ് എന്ന് പറഞ്ഞിട്ട് റോബോട്ട് ഉണ്ട്. അതിനൊന്നും ഇനി അപ്രൂവലിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും വരും തോന്നുന്നില്ല. ട്രംപിന്റെ കയ്യിലാണ് സെനറ്റും സുപ്രീം കോർട്ടും എല്ലാ പവറും ആ പുള്ളിയുടെ കയ്യിലാണ്. ഒബ്ജക്ട് ചെയ്യാനൊന്നും ആരുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു അവസ്ഥ. അതേപോലെ EV കാറുകൾ ഈ ചൈനയിൽ നിന്ന് വരുന്നുണ്ടല്ലോ, ചൈനയ്ക്ക് എതിരാണ് ട്രംപ്. അപ്പൊ ചൈനയ്ക്ക് എന്തൊക്കെയോ ടാക്സ് എക്സ്ട്രാ വരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും ടെസ്ല കാറുകൾക്ക് അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ടെസ്ലന്റെ സ്റ്റോക്ക് മേടിച്ചിട്ടോ, നല്ലൊരു പുരോഗമനം കാണുന്നുണ്ട്. ഓൾസോ നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ്.